പരാമർശങ്ങളുമായി ഗതാഗത മന്ത്രി CP ജോൺ. പൈസയില്ലാത്ത ട്രാൻസ്പോർട്ട് ബസ്സിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നുവെന്ന് മന്ത്രി ആരോപിക്കുന്നു. എന്നാൽ മക്കളെ ഫീസ് നൽകി സ്വകാര്യ സ്കൂളിൽ ചേർക്കുന്നു. അസുഖം വന്നാൽ സ്വകാര്യ ആശുപത്രിയിൽ പോകില്ല, പകരം സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുമെന്നും CP ജോൺ പറഞ്ഞു. കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിലാണ് മന്ത്രിയുടെ ഈ പരാമർശം. ഒരു പാവപ്പെട്ടവനായിട്ട് പണക്കാരൻ അഭിനയിക്കുന്നു, അല്ലെങ്കിൽ പരമദരിദ്രനായിട്ട് അഭിനയിക്കുന്നു. അഭിനയം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. പക്ഷേ എനിക്ക് മനസ്സിലാവാത്തൊരു ബിഹേവിയർ എന്താന്ന് പറഞ്ഞാൽ, ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോഴോ? ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെന്റ് ആശുപത്രി. ഈ മൂന്ന് കാര്യങ്ങൾ, പൊതുജനാരോഗ്യം, പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, ഈ മൂന്ന് കാര്യങ്ങളിൽ ഞാൻ ട്രേഡ് യൂണിയൻ ലീഡേഴ്സ് ഉള്ളതുകൊണ്ട് പറയുകയാണ്, കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറണം. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. സലാം പി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നു. സലാം പി മുഹമ്മദ്, എവിടെയാണ് മന്ത്രിയുടെ പരാമർശം? ഇന്നലെ പാലക്കാട് വെച്ച് കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം നടന്നിരുന്നു. അവിടെ വെച്ചാണ് മന്ത്രിയായിരുന്നു ഉദ്ഘാടകൻ. അവിടെ വെച്ചാണ് മന്ത്രി ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് മന്ത്രി, ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന് സ്വയം പറയുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടുള്ള ഒരു മന്ത്രിയാണ് അദ്ദേഹമാണ്. ഇങ്ങനെ സർക്കാർ നടപ്പിലാക്കിയ, സർക്കാരിനെ തന്നെ UDF സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള പ്രിയദർശിനിയുടെ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ പ്രയോക്താക്കളായിട്ടുള്ള ഒരു വിഭാഗത്തെ ഇങ്ങനെ അപമാനിക്കുന്നത്. പൈസ ഇല്ലാത്ത ബസ്സിൽ സ്ത്രീകൾ ഇടിച്ചു കയറുന്നു എന്നുള്ളതാണ് മന്ത്രിയുടെ പരാതി. അതോടൊപ്പം തന്നെ സ്വകാര്യ സ്കൂളുകൾ, അത് ഫീസുള്ള സ്കൂളുകളെ തെരഞ്ഞെടുത്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കാൻ സ്ത്രീകൾ വിടുന്നു. അതോടൊപ്പം സർക്കാർ ആശുപത്രികളുടെ വരാന്തയിൽ കിടക്കുന്നു, സ്വകാര്യ ആശുപത്രികൾ ആശ്രയിക്കുന്നില്ല. ഈ രീതിയിൽ പൊതുവിദ്യാഭ്യാസം, പൊതു ആരോഗ്യം, അതോടൊപ്പം തന്നെ പൊതുഗതാഗതം, ഈ മൂന്ന് കാര്യങ്ങളോടുമുള്ള സ്ത്രീകളുടെ, മലയാളികളുടെ സമീപനം തന്നെ അതിശയിപ്പിക്കുന്നു, അല്ലെങ്കിൽ തന്നെ അതിശയിപ്പിക്കുന്നു എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ടാണ് മന്ത്രിയുടെ ഈ രീതിയിലുള്ള വിവാദ പരാമർശം ഉണ്ടാകുന്നത്. ഏതായാലും പ്രിയദർശിനി ബസ് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ, UDF സർക്കാരിൻ്റെ ഏറ്റവും അഭിമാന പദ്ധതിയായിട്ടൊരു പദ്ധതിയാണ്. അവിടെ കയറുന്ന സ്ത്രീകളെ അപമാനിക്കുന്നു എന്ന് തന്നെ നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായത്. അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് ഇത് നടപ്പിലാക്കിയത്. അങ്ങനെ സ്ത്രീകൾ കയറുമ്പോൾ സ്വാഭാവികമായും ബസ്സിൽ സൗജന്യ യാത്ര നൽകുമ്പോൾ ആളുകൾ കയറാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകളെ ആകർഷിക്കാനുള്ളൊരു പദ്ധതി കൂടിയാണിത്. ആ ഒരു പദ്ധതിയിൽ ആളുകൾ കയറുന്നതിനെയാണ് ഇങ്ങനെ ഈ രീതിയിൽ മന്ത്രി പരിഹസിക്കുന്നു, അല്ലെങ്കിൽ തള്ളിക്കയറുന്നു എന്നൊക്കെ തന്നെ ആ രീതിയിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ മന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്നത്. സൗജന്യമായി നൽകുന്ന, അല്ലെങ്കിൽ പൈസ ഇല്ലാത്ത ബസ്സിൽ സ്ത്രീകൾ ഇടിച്ചു കയറുന്നു. അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാതെ സർക്കാർ ആശുപത്രിയിലെ വരാന്തയിൽ ഭാര്യയും മക്കളുമൊക്കെ ആയിട്ട് കിടന്നുറങ്ങുന്നു. അത്തരത്തിലുള്ള ആളുകളെ അങ്ങനെ സ്ത്രീകൾ പൊതു ആരോഗ്യത്തോടും പൊതുവിദ്യാഭ്യാസത്തോടും പൊതുഗതാഗതത്തോടുമുള്ള സമീപനം ഇങ്ങനെയാണ്. ഇതൊക്കെ തന്നെ അതിശയിപ്പിക്കുന്ന തരത്തിലായിരുന്നു മന്ത്രി CP ജോണിൻ്റെ പരാമർശം. ഇന്നലെയായിരുന്നു കേരള ബസ് ട്രാൻസ്പോർട്ട് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്. ആ പരിപാടിയുടെ ഉദ്ഘാടകനായിട്ടുള്ള മന്ത്രിയാണ് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയത്. ശരി സലാം, ഈ സ്ത്രീകൾക്ക് വേണ്ടിയുള്ള ഈ പദ്ധതി, പ്രിയദർശിനി പദ്ധതി, വലിയ തോതിൽ സ്ത്രീകളെ ശാക്തീകരിക്കുമെന്നാണ് സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ പദ്ധതി നടപ്പാക്കുന്ന വകുപ്പിന്റെ മന്ത്രി തന്നെ അതിനെ തള്ളിപ്പറയാണ്. അതാണ് അജിംസ് ഇതിലെ ഏറ്റവും വിരോധാഭാസമുള്ള കാര്യം. സാധാരണ UDF സർക്കാർ അധികാരത്തിലേറിയത് മുതൽ തന്നെ ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കിയ ഒരു അഭിമാന പദ്ധതി എന്നതാണ് ഈ പ്രിയദർശിനി. അതിൽ സ്വാഭാവികമായും ആളുകൾക്ക് പൈസ ഇല്ലാതെ യാത്ര ചെയ്യാൻ സ്ത്രീകൾക്ക് ഒരു അവസരം ലഭിക്കുമ്പോൾ അവർ കൂടുതലായി അത് ഉപയോഗപ്പെടുത്തും. ഒരു പക്ഷേ സർക്കാർ കൂടി ലക്ഷ്യം വെക്കുന്നത് അത് തന്നെയായിരിക്കാം. കൂടുതൽ ആളുകളെ പൊതുഗതാഗതത്തിലേക്ക് ആകർഷിക്കുക, സ്ത്രീകൾക്ക് അവരെ ശാക്തീകരിക്കുക, അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ സ്വയം ചെയ്യാനാകുന്ന വിധത്തിൽ സ്വയം പര്യാപ്തത സ്ത്രീകൾ കൈവരിക്കുക, ഇതൊക്കെ തന്നെയായിരിക്കാം സർക്കാരും ലക്ഷ്യം വെച്ചിട്ടുണ്ടാവുക. ആ വകുപ്പിൻ്റെ മന്ത്രിയാണ് ഈ തരത്തിൽ സ്ത്രീകൾ തള്ളിക്കയറുന്നു, പൈസ ഇല്ലാത്ത ബസ്സിൽ തള്ളിക്കയറുന്നു, ആ തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ തന്നെ നടത്തുന്നത്. അതൊന്നും തന്നെ ശരിയായ രീതിയല്ല. നമുക്കറിയാം, CP ജോൺ എന്ന് പറയുന്നത് സാധാരണ CMP തന്നെ അവകാശപ്പെടുന്നത് ഇന്ത്യയിലെ തന്നെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്നാണ്. UDFിലെ കമ്മ്യൂണിസ്റ്റ് പ്രതിനിധിയാണെന്നൊക്കെ തന്നെ തരത്തിൽ ആ തരത്തിലുള്ള അവകാശവാദങ്ങളൊക്കെ തന്നെ CMPയുടെ ഭാഗത്തും UDFിൻ്റെ ഭാഗത്തൊക്കെ തന്നെ ഉണ്ടാകാറുണ്ട്. ആ CP ജോണാണ്
അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പാണ് പ്രിയദർശിനി എന്ന് പറയുന്ന അഭിമാന പദ്ധതി. UDF സർക്കാരിൻ്റെ അല്ലെങ്കിൽ UDF നേരത്തെ തന്നെ അവരുടെ പ്രകടന പത്രികയിലൊക്കെ തന്നെ വെച്ച പ്രിയദർശിനി എന്ന് പറയുന്ന അഭിമാന പദ്ധതി നടപ്പിലാക്കിയത്. നേരത്തെ മുഖ്യമന്ത്രിയൊക്കെ തന്നെ CP ജോണിൻ്റെ കഴിവിനെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പദ്ധതിയുടെ അല്ലെങ്കിൽ പ്രിയദർശിനി ഉദ്ഘാടന സമയത്തൊക്കെ തന്നെ സംസാരിച്ചത്. ആ പദ്ധതി നടപ്പിലാക്കിയ മന്ത്രിയാണ് ഇത്തരത്തിൽ ഒരു പക്ഷേ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ വിളിച്ചു വരുത്തി അപമാനിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിൽ സ്ത്രീകൾ ഈ പ്രിയദർശിനി ബസ്സിൻ്റെ പ്രയോക്താക്കളായിട്ടുള്ള സ്ത്രീകളെ ഇത്തരത്തിൽ അപമാനിക്കുന്നത്, അത്തരത്തിലുള്ള പരാമർശം നടത്തുന്നത് പരസ്യമായി ഒരു വേദിയിലാണ് മന്ത്രിയുടെ ഒരു പ്രസംഗം ഉണ്ടായിരിക്കുന്നത്. മന്ത്രി പറയുന്നത് പൈസ ഇല്ലാത്ത ബസ്സിൽ ഇടിച്ചു കയറുന്നു, എന്നാൽ സർക്കാർ ആശുപത്രിയിലുള്ള വരാന്തയിൽ കിടക്കാൻ പോലും തയ്യാറാകുന്നു, സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നില്ല. അതേസമയം തന്നെ ഫീസ് കൊടുക്കുന്ന സ്വകാര്യ സ്കൂളുകളെ അവിടെ കുട്ടികളെ ചേർക്കുന്നു, അവിടെ സർക്കാർ സ്കൂളുകളിൽ കുട്ടികളെ ചേർക്കുന്നില്ല. പകരം ഏറ്റവും കൂടുതൽ ഫീസ് നൽകുന്നത് ഏത് സ്വകാര്യ സ്കൂളുകളാണ് അവിടെ തന്നെ ചേർക്കുന്നു. ഫീസില്ലാത്ത സ്വകാര്യ സ്കൂളിൽ പോലും കുട്ടികളെ ചേർക്കുന്നില്ല. ആ രീതിയിൽ ഒരു അപമാനിക്കുന്ന ഒരു പരാമർശം തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. അത്തരത്തിലുള്ളൊരു പരാമർശം ഉണ്ടായത് ഇന്നലെ പാലക്കാട് വെച്ച് നടന്ന ഈ പരിപാടിക്കിടെയാണ്. മന്ത്രിയായിരുന്നു ഉദ്ഘാടകനായി. ഒരുപക്ഷെ പ്രൈവറ്റ് ബസ് തൊഴിലാളികളായിരുന്നു കൂടുതലായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. അവരെ പിണക്കേണ്ട എന്ന് കരുതികൊണ്ട്, അല്ലെങ്കിൽ തന്നോടുള്ള വിരോധം കൊണ്ടല്ല പ്രിയദർശിനി ബസ്സിലേക്ക്, അല്ലെങ്കിൽ തന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ല പ്രിയദർശിനി ബസ്സിലേക്ക് സ്ത്രീകൾ ഇടിച്ചു കയറുന്നത്, അല്ലെങ്കിൽ നിങ്ങളോടുള്ള വിരോധം കൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് മന്ത്രി ഇങ്ങനെ തുടർച്ചയായി സ്ത്രീകൾ തള്ളിക്കയറുന്ന എന്ന തരത്തിലുള്ള പരാമർശത്തിലേക്ക് തന്നെ കടന്നത്. ഏതായാലും ഒരു മന്ത്രിയുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് പ്രിയദർശിനി ബസ് എന്ന് പറയുന്ന സർക്കാർ അഭിമാന പദ്ധതി നടപ്പിലാക്കിയ ആ വകുപ്പിൻ്റെ മന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശം തന്നെയായിരുന്നു ഇന്നലെ CP ജോണിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. ശരി, സലാം P. മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്.